ദി ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ലൈഫ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ തൈരും തക്കാളിയും കൂട്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറി. അപ്പോൾ ഈ തൈരും തക്കാളിയും വെച്ചിട്ടുണ്ടാക്കുന്ന ഈ കറി എങ്ങനെ ഉണ്ടാക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കറി, തൈരും തക്കാളിയും കൂട്ടിയിട്ടുള്ള. 2 തണ്ട് വേപ്പില, 2-3 തണ്ട് മല്ലിച്ചപ്പ്, പച്ചമുളക്, 5-6 പീസ് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയിട്ട് ചതക്കാണ്. പച്ചമുളക് ചതക്കണ്ട, ഭയങ്കര എരിവുള്ള മുളകാണ്. 2 പഴുത്ത തക്കാളി എടുത്ത് ഇതുമാതിരി ചെറുതായിട്ടൊന്ന് അരിയാം. തക്കാളി അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ചൂടായി വരുന്നുണ്ട് മൺചട്ടി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൽ കടുക് ഇടണം. ഓക്കെ, അതെ, അത് കടുക് നന്നായിട്ട് പൊട്ടണം. ഏകദേശം കടുക് പൊട്ടി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവിടാണ്, അതും ഒന്ന് ബ്രൗൺ ആവണം. കടുകും ഉലുവയും കരിയുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഉണക്കമുളക് പൊട്ടിച്ച് അതിലിടണം. പിന്നെ അതിൽ കുറച്ച് വേപ്പിലിടുക. അങ്ങനെ അത് ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും മുളകും ഒക്കെ ചതച്ച് വെച്ചത്, ഇഞ്ചിയും കൂടിയിട്ടുള്ളത് ചതച്ച് വെച്ചത് അതിലേക്ക് ഇടണം. ഇതെല്ലാം കരിയാതിരിക്കാൻ അല്പം തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടിയിട്ട് വെന്ത് വന്നപ്പോൾ മുറിച്ച് വെച്ച തക്കാളി ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി തക്കാളി ഒന്ന് വേവണം. അതിന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ കുഴപ്പമില്ല. അപ്പൊ ഒന്ന് മൂടി വയ്ക്കും. ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഉപ്പും ഇടണം. മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് പാകത്തിന് ഒന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി അത് നന്നായിട്ട് വെന്തോട്ടെ. തക്കാളി മൂടി വെച്ചു. അപ്പോൾ അത് രണ്ടാമതൊന്നും കൂടി ഇളക്കണം. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. പോരാ, കുറച്ചും കൂടി ഒന്നത് വെള്ളമാവണം. കാരണം എന്ന് വെച്ചാൽ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നില്ല. ഈ തക്കാളിയുടെ വെള്ളത്തിൽ നിന്നായിരിക്കണം പിന്നെ അത് പാകപ്പെടുത്തണം. ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം അത് തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പോരാ, ഒന്നുകൂടി വേവാനുണ്ട്. മിൽക്കി മിസ്റ്റിന്റെ കട്ട തൈര് ഉപയോഗിച്ചിട്ടാണ് ഇപ്പം നമ്മൾ തൈര് കറി ഉണ്ടാക്കാൻ പോകുന്നത്. തീ ഓഫ് ചെയ്യുക. എന്നിട്ട് വെന്ത മസാലയിലേക്ക് തൈര് ഇട്ട് കൊടുക്കുക. തൈരും മസാലയും കൂട്ടി നന്നായി ഇളക്കി കൊടുക്കുക. മല്ലിയില അതിലിട്ട് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലായി. ഇനി അതിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ആ ചൂട്ടിലൂടെ മൂടി വയ്ക്കാം. അപ്പോൾ മല്ലിയില അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലിറങ്ങി ഭയങ്കരമായ ടേസ്റ്റ് ആയിരിക്കും ചോറ് കഴിക്കാൻ. കറമ്പിൽ കളഞ്ഞിട്ടില്ല, അങ്ങനത്തെ അരിയാണ്. അത് കൂട്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് കഴിക്കാൻ പോകുന്നത്. പക്ഷെ പച്ചരി ഇതും കാട്ടും ടേസ്റ്റ് കൂടുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. മിസ്സാ, ഈ കറി തന്നെ മതി, വേറൊന്നും വേണ്ട.